നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സൂത്രധാരകരുടെ താവളമായ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ രോഗികളും ഡോക്ടർമാരും ഉണ്ടായിരുന്നില്ലെന്ന് ED കണ്ടെത്തി. കോളേജിന്റെ ലാബിൽ തന്നെയാണ് ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച ബോംബ് നിർമ്മിച്ചതെന്നും ED കരുതുന്നു. രാജ്യതലസ്ഥാനത്തിന് സമീപം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു സർവകലാശാല പ്രവർത്തിക്കുന്നത് ഞെട്ടലോടെയാണ് രാജ്യം കേൾക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ രാജ്യം വെന്ത് വെണ്ണീറായേനെ. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ഡോക്ടർമാരുമായി ബന്ധമുള്ള അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നതായും കണ്ടെത്തി. കേസുമായി ബന്ധപ്പെട്ട ED തയ്യാറാക്കിയ 200 പേജുള്ള റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പേരിൽ വ്യാജ നിയമനങ്ങൾ മുതൽ ചികിത്സയ്ക്കായി എത്തുന്നു എന്ന തരത്തിൽ വ്യാജ രോഗികളും രേഖകളിലുണ്ടെന്ന് കണ്ടെത്തി. നാഷണൽ മെഡിക്കൽ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒട്ടേറെ ക്രമക്കേടുകൾ കോളേജിന്റെ നടത്തിപ്പുകാർ ചെയ്തിരുന്നതായും ED കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 500 കോടി രൂപയുടെ കള്ളപ്പണം ആശുപത്രിയുടെ മറവിൽ വെളുപ്പിച്ചതായും ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കേസ് ഈ മാസം 31-ന് കോടതി പരിഗണിച്ചേക്കും. മെഡിക്കൽ കോളേജിന്റെ രേഖകളിലുള്ള ഡോക്ടർമാരിൽ മിക്കവരും ഇവിടെ എത്തിയിരുന്നില്ലെന്നും ഡോക്ടർമാരെ നിയമിച്ചതായി വ്യാജരേഖകൾ തയ്യാറാക്കിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രി ജീവനക്കാരിൽ നല്ലൊരു പങ്കും ഫയലുകളിൽ മാത്രമാണുള്ളത്. അവർ ജോലി ചെയ്യാനായി ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. ഇതിന് സമാനമായി വ്യാജ രോഗികളെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയിൽ രോഗികളുടെ എണ്ണം തികയ്ക്കാനായിട്ടായിരുന്നു ഈ തട്ടിപ്പ്. ഫരീദാബാദ് ആഗ്ര ദേശീയപാതയിൽ വല്ലഭ്ഗഡിൽ നിന്ന് തിരിഞ്ഞ് 8 കിലോമീറ്ററോളം ഗ്രാമവഴികളിലൂടെ സഞ്ചരിച്ചാലാണ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ എത്താനാവുക. ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യ പ്രതികളായ ഡോക്ടർമാരുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലാണ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിനെ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദുവാക്കിയത്. സ്ഫോടനമുണ്ടാക്കിയ കാർ 20 ദിവസത്തിലേറെ ക്യാമ്പസിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. 72 ഏക്കർ വിസ്തൃതിയുള്ളതാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ 54 ഏക്കർ ഭൂമി ഉൾപ്പെട്ട 339 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടുകെട്ടി. സിദ്ദിഖിയും കുടുംബാംഗങ്ങളും സർവകലാശാലയിലെ അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിലും നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധമുള്ള 9 സ്ഥാപനങ്ങളുമായി സിദ്ദിഖിക്ക് ബന്ധമുണ്ടെന്നും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലെ കാറ്ററിംഗ്, ക്യാമ്പസിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള കരാറുകൾ സിദ്ദിഖിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ തേടിയതായി ആരോപിക്കപ്പെടുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനായി ചാരിറ്റബിൾ ട്രസ്റ്റ് സർവകലാശാല ഫണ്ടുകൾ വകമാറ്റിയതായും ആരോപണമുണ്ട്. ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിനെക്കുറിച്ചുള്ള അന്വേഷണവുമായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ബന്ധപ്പെട്ടിരിക്കുന്നു. അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നതോ പഠിക്കുന്നതോ ആയ ഡോക്ടർമാരാണ് ഭീകരവാദ കേസിൽ ഉൾപ്പെട്ടത്. സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ഡോക്ടർ ഷഹീൻ ഷാഹിദും നവംബർ 10-ന് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അറസ്റ്റിലായിരുന്നു. ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയും ഇതേ സ്ഥാപനത്തിലാണ് പഠിച്ചത്. നവംബർ 18-ന് ഫരീദാബാദിലെ സർവകലാശാലയും ദില്ലിയിലെ അൽ ഫലാഹ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരുടെ വസതികളും ഉൾപ്പെടെ 18 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് സിദ്ദിഖി അറസ്റ്റിലായി. വ്യാജ UGC അംഗീകാരത്തിന്റെയും NAC അക്രഡിറ്റേഷന്റെയും പേരിൽ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർവകലാശാല 415 കോടി രൂപ കബളിപ്പിച്ചതായും ED കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഫണ്ട് എത്തിയിരിക്കാമെന്നും പറയുന്നു. വ്യാജ നിക്ഷേപ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ആളുകളെ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 2001-ൽ സിദ്ദിഖി അറസ്റ്റിലായി. ഏകദേശം 7.5 കോടി രൂപ പ്രതികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. 2004-ൽ ഇരകൾക്ക് പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നും ജാമ്യം ലഭിച്ചു. ഡൽഹിയിലെ ചെങ്കോട്ട ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ഫരീദാബാദിലെ ദൌജ് പ്രദേശത്ത് 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായ തെരച്ചിൽ ആരംഭിച്ചു. അൽ ഫലാഹ് സർവകലാശാലയിലെ ലബോറട്ടറികൾ RDX അല്ലെങ്കിൽ മറ്റ് നൂതന സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുമ്പ് ഇതേ പ്രദേശത്ത് നിന്ന് ഏകദേശം 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും മറ്റും പിടിച്ചെടുത്തിരുന്നു. ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയ പശ്ചാത്തലത്തിലാണ് ഈ പരിശോധനകൾ വ്യാപകമായി നടത്തുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അൽ ഫലാഹ് സർവകലാശാലയിൽ പഠിപ്പിച്ചിരുന്ന കശ്മീരി മെഡിക്കൽ പ്രൊഫസർ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ അറസ്റ്റിന് ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചത്.
യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തുള്ള ഡോക്ടർ മുസമിലിന്റെ വാടക വീട്ടിൽ നിന്ന് 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെത്തി. ഇതിനു പുറമെ സ്ഫോടക വസ്തുക്കൾ, ഡിറ്റനേറ്ററുകൾ, ബാറ്ററികൾ, ടൈമറുകൾ, AK-56 റൈഫിൾ, ക്രിങ്കൗ എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഡോക്ടർ മുസമിലിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ സർവകലാശാല ലാബിൽ അന്വേഷണം നടത്തുകയും ലാബ് ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. 2014 സ്ഥാപിതമായ അൽ-ഫലാഹ് സർവകലാശാല 2015 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ അംഗീകാരം നേടി. അൽ-ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്വകാര്യ സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിലെ ദൌജിലെ 70 ഏക്കർ ക്യാമ്പസിലാണിത്. നാക്കിന്റെ A ഗ്രേഡ് അംഗീകാരമുള്ള ഇത് വൈവിധ്യമാർന്ന അക്കാദമിക് പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ബിസിനസ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, നിയമം, മെഡിസിൻ എന്നിവയിൽ ഇത് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതിനു പുറമെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ആശുപത്രിയുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകൾ, ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ്, സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന 650 കിടക്കകളുള്ള അൽ-ഫലാഹ് ആശുപത്രിയും ക്യാമ്പസിലുണ്ട്. എന്നാൽ സർവകലാശാല അധ്യാപകനെ അടക്കം തീവ്രവാദവുമായി അറസ്റ്റ് ചെയ്തത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭീകരാക്രമണത്തിന് മറയായാണ് ഉപയോഗിച്ചിരുന്നത്. 1997 ഒരു എഞ്ചിനീയറിംഗ് കോളേജായി ആരംഭിച്ച് 2014 ഹരിയാന സർക്കാരിന്റെ കീഴിൽ സർവകലാശാല പദവി നേടിയ സ്ഥാപനമാണിത്. മികച്ച ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമായി സ്വയം അവതരിപ്പിച്ച ഈ സർവകലാശാലയുമായി ബന്ധമുള്ള 3 ഡോക്ടർമാർ ഉൾപ്പെട്ട 8 പേരാണ് ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായത്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ ഒരു സർവകലാശാലയെ ഒരു കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് മേൽ വിവിധ ഏജൻസികളുടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടെ സർവകലാശാലയുടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗത്വം റദ്ദാക്കുകയും ചെയ്തിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് AIU നടപടി. ഔദ്യോഗിക വെബ്സൈറ്റ് ഉൾപ്പെടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും AIUവിന്റെ ലോഗോ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ സർവകലാശാല നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി സ്ഫോടനവും അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിലുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ച പേരുകളിൽ ഒന്നാണ് അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റി. ഹരിയാനയിലെ ഫരീദാബാദിലെ ഈ സർവകലാശാലയിലെ 2 ഡോക്ടർമാരെ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവർ താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന് മറ്റുമായി 2500 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാപനവുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറാണ് ഡൽഹി സ്ഫോടനത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നതെന്നും ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളായി കനത്ത നിരീക്ഷണത്തിലാണ് ഈ സ്ഥാപനം. തുടർന്ന് ഈ വിഷയങ്ങളിൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഭൂപീന്ദർ കൗർ തന്നെ നിലപാട് വ്യക്തമാക്കുന്ന വാർത്താക്കുറിപ്പും പുറത്തിറക്കി. അറസ്റ്റിലായ ഡോക്ടർമാരെ തള്ളിപ്പറഞ്ഞ സർവകലാശാല സംഭവവുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കി. ഞങ്ങളുടെ 2 ഡോക്ടർമാരെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതായി മനസ്സിലാക്കുന്നു. അവരുടെ അക്കാദമിക സംഭാവനകൾക്കപ്പുറം സർവകലാശാലയ്ക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർവകലാശാല ക്യാമ്പസിനകത്ത് യാതൊരു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിട്ടില്ല. അന്വേഷണ ഏജൻസികൾ കണ്ടെടുത്തതെല്ലാം ക്യാമ്പസുമായി ബന്ധമില്ലാത്ത വീടുകളിലാണ്. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇത് സ്ഥാപനത്തിന്റെ കീർത്തിയെ അവമതിക്കുന്നതിനാണെന്നും ഞങ്ങൾ സംശയിക്കുന്നു എന്നും VC പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന നടപടികളിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും സർവകലാശാല പ്രസ്താവനയിൽ വ്യക്തമാക്കി. മുസമിൽ ഖനി, ഷഹീൻ സയ്യിദ് എന്നീ ഡോക്ടർമാരാണ് കശ്മീർ പോലീസ് നടത്തിയ റെയ്ഡിൽ അറസ്റ്റിലായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബിക്കും അൽ-ഫലാഹുമായി ബന്ധമുണ്ടായിരുന്നു. 2019 ഇവിടെ MBBS കോഴ്സ് ആരംഭിച്ചത്. സ്ഫോടന കേസിൽ ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷഹീന്റെ കാർ സർവകലാശാലയിൽ നിന്നാണ് കണ്ടെത്തിയത്. നിലവിൽ അൽ-ഫലാഹ് സർവകലാശാല അന്വേഷണ ഏജൻസികളുടെ കടുത്ത നിരീക്ഷണത്തിലാണ്. സംശയാസ്പദമായി കണ്ടെത്തിയ HR 87U9988 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ബ്രൈസ കാർ ഷഹീൻ സയ്യിദിന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതുകൂടാതെ ഫരീദാബാദിലെ ഗണ്ടാവാലി ഗ്രാമത്തിൽ നിന്ന് DL10 CK0458 എന്ന നമ്പറുള്ള ഒരു ചുവന്ന ഇക്കോ സ്പോർട്ട് കാറും കണ്ടെത്തിയിരുന്നു. ഡൽഹി സ്ഫോടനത്തിലെ പ്രധാന പ്രതിയായ ഡോക്ടർ ഉമർ ഉൻ നബിയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ 3 കാറുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഒന്നിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. സർവകലാശാലയ്ക്കെതിരെ പ്രചരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകളാണെന്നും ഇത് അപകീർത്തികരമാണെന്നുമാണ് അൽ-ഫലാഹ് സർവകലാശാലയുടെ വിശദീകരണം. സർവകലാശാല ക്യാമ്പസിലെ ലാബുകളിൽ രാസവസ്തുക്കളുടെ നിർമ്മാണമോ സാന്നിധ്യമോ ഇല്ലെന്നും ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞു.
2014 അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് സർവകലാശാല സ്ഥാപിതമായത്. തൊട്ടടുത്ത വർഷം സർവകലാശാലയ്ക്ക് UGC അംഗീകാരവും ലഭിച്ചു. 1995 പ്രവർത്തനം ആരംഭിച്ച അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1997 ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ആദ്യമായി സ്ഥാപിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജ്, ആർട്സ് കോളേജ് തുടങ്ങിയവയും ആരംഭിക്കുകയായിരുന്നു. 650 കിടക്കുകളുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയാണത്. 200 സീറ്റുകളാണ് MBBSനുള്ളത്. ഏകദേശം 74.5 ലക്ഷം രൂപയാണ് MBBS കോഴ്സിന്റെ ഫീസ്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ്, ഡോക്ടർ മുസമിൽ സയ്യിദ് എന്നിവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പങ്കിട്ടു. ഡോക്ടർ ഉമർ മുഹമ്മദ് അന്തർമുഖനായിരുന്നുവെന്നും തന്റെ ക്ലാസുകളിൽ താലിബാൻ മാതൃക നടപ്പിലാക്കിയിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞതായി കേൾക്കുന്നു. ഇന്ത്യ ടുഡേയുടെ പ്രത്യേക അന്വേഷണ സംഘം ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാല സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഡോക്ടർമാരുമായുള്ള തങ്ങളുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കുവച്ചിട്ടുള്ളത്. ഡോക്ടർ ഉമർ മുഹമ്മദ്, ഡോക്ടർ മുസമിൽ സയ്യിദ് എന്നീ ഡോക്ടർമാർ ഇവിടെ പഠിപ്പിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. അതേസമയം അൽ ഫലാഹ് സർവകലാശാലയിലെ വിദ്യാഭ്യാസത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തിലുള്ള അതൃപ്തിയും ചില വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചു. പഠിപ്പിക്കുന്നത് മോശമാണ്, സൗകര്യങ്ങൾ നല്ലതല്ല, പ്രാക്ടിക്കലുകൾ പോലും കൃത്യസമയത്ത് നടത്തുന്നില്ല, ഒരു വിദ്യാർത്ഥി പറഞ്ഞു. സർവകലാശാല ക്യാമ്പസിന് തൊട്ടപ്പുറത്ത് അടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ ഡോക്ടർ മുസമിൽ സയ്യിദ് സ്ഫോടനത്തിന് മുൻപ് 2 മുറികൾ വാടകയ്ക്ക് എടുത്തിരുന്നു. മുറികൾ ലഭിക്കുന്നതിനായി അദ്ദേഹം തങ്ങളോട് കള്ളം പറഞ്ഞുവെന്നും പിന്നീട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ അവ ഉപയോഗിച്ചിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. സെപ്റ്റംബർ 13 മുസമിൽ ഒരു മുറി എടുക്കാൻ എന്റെ അടുത്ത് വന്നത്. തനിച്ചാണ് താമസിക്കുന്നതെങ്കിൽ 1200 രൂപയും കുട്ടികളോടൊപ്പമാണെങ്കിൽ 1500 രൂപയും ആകുമെന്ന് ഞാൻ പറഞ്ഞു. മുറി കണ്ട് ഇഷ്ടപ്പെട്ട അയാൾ രാത്രി 9 മണിയോടെ എത്തി ലഗേജ് വെച്ചു. അയാളുടെ പേര്, ഫോൺ നമ്പറും വാങ്ങിയ ശേഷം ഞാൻ താക്കോൽ കൊടുത്തു. 2 മാസത്തെ വാടക മുൻകൂറായി വെച്ചോളൂ എന്ന് പറഞ്ഞ് അയാൾ എനിക്ക് 2400 രൂപ തന്നു. അതിനുശേഷം അയാൾ തിരികെ വന്നിട്ടില്ല, കെട്ടിട ഉടമ പറയുന്നു. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തികൾ എങ്ങനെയാണ് അക്കാദമിക് ജീവിതവുമായി ഇടകലർന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ പ്രവർത്തിച്ചതെന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ചുരുളഴിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായിരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത്. അവർ ഭീകരതയ്ക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കളും രാസവസ്തുക്കളും ഒക്കെ സംഘടിപ്പിക്കും. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ. ഇത്തരക്കാരെ വൈറ്റ് കോളർ ഭീകരരെന്നാണ് വിളിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ കനത്ത നാശം കാരണം പാകിസ്ഥാൻ കിഴക്കോട്ടേക്ക് നോക്കുകയാണ്. ഹാഫിസ് സയ്യിദിന്റെ വലംകൈയായ സൈഫുള്ള സൈഫ് തന്റെ നേതാവ് വെറുതെ ഇരിക്കുകയല്ല, ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തുവന്നു. ലഷ്കർ ഭീകരർ കിഴക്കൻ പാകിസ്ഥാനിൽ സജീവമാണെന്നും ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി കൊടുക്കാൻ അവർ തയ്യാറാണെന്നും സൈഫ് പറഞ്ഞു. ഹാഫിസിന്റെ അനുയായി ഇലാഹി നസീർ ഒക്ടോബർ ബംഗ്ലാദേശിലെത്തുകയും ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ നടന്ന വിവിധ യോഗങ്ങളിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിടുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ പാകിസ്ഥാനിലെ ഭീകരരെ അലട്ടുന്നത് അവിടെ സ്വൈര്യവിഹാരം നടത്തുന്ന അജ്ഞാതരെ കുറിച്ചുള്ള ഭയമാവണം. 2024 ശേഷം ഈ അജ്ഞാതർ വകവരുത്തിയത് 2 ഡസനിലധികം ഭീകര പ്രമുഖരെയാണ്. അവരിൽ ഹാഫിസ് സയ്യിദിന്റെ വലങ്കയിൽ ഗത്തൽ സിദ്ദി എന്ന സിയാവൂർ റഹ്മാനും കണ്ടഹാർ വിമാന റാഞ്ചലിന് നേതൃത്വം കൊടുത്തയാളും 2016 പഠാൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരനും ലാഹോർ ജയിലിൽ ഇന്ത്യൻ തടവുകാരൻ സർബ്ജീത് സിംഗിനെ വകവരുത്തിയ ലഷ്കർ ഭീകരനുമൊക്കെ പെടും. ഈ വർഷം ഇതിനകം 8 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. ലോകത്തിന്റെ പേടി സ്വപ്നമായ ഭീകര നേതാക്കൾക്ക് മുട്ടിടിക്കുന്ന കാലം. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാനും ഭീകരരും ആരോപിക്കുന്നു. അടിസ്ഥാനരഹിതമെന്ന ഇന്ത്യയും. പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. സാധാരണ യുദ്ധത്തിൽ തോറ്റാൽ തൊപ്പി തെറിക്കുകയാണ് പതിവെങ്കിൽ പാകിസ്ഥാനിൽ തോറ്റ സൈനിക മേധാവി അസീം മുനീർ ഫീൽഡ് മാർഷലായി അവരോധിക്കപ്പെടുകയായിരുന്നു. ഷഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രിയെങ്കിലും ശരിക്കുള്ള അധികാരം മുനീറിലെത്തിയിട്ട് മാസങ്ങളായി. ഇപ്പോഴിതാ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി മുനീറിനെ രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവിയാക്കാൻ പോവുകയാണ്. അഫ്ഗാനിസ്ഥാനുമായും തെഹ്രീക്കെ താലിബാനുമായും ബലൂച്ച് ലിബറേഷൻ ആർമിയുമായി പൊരുതി നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാൻ പട്ടാളം ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളിൽ കൂടി ജനശ്രദ്ധ തിരിക്കുകയും ചെറിയ തോതിലെങ്കിലും ജനപ്രീതി പിടിച്ചു പറ്റാനാവും. 1000 മുറിവുകൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ശക്തി ചോർത്തുക എന്ന പാക് തന്ത്രത്തിന് രൂപം കൊടുത്തത് മുൻ പ്രസിഡന്റ് സിയ ഉൾ ഹക്ക് ആയിരുന്നു. പഞ്ചാബിലും കശ്മീരിലും ഒരു കാലത്ത് ഒരു തന്ത്രം വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. നേരിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് നന്നായി അറിയാവുന്ന പാകിസ്ഥാനെ ഈ നിഴൽ യുദ്ധമാണ് സാമ്പത്തികമായി ലാഭകരവും. 2ാം വരവിൽ താലിബാൻ അനിസ്ലാമികമായി പ്രഖ്യാപിച്ചതോടെ അഫ്ഗാനിസ്ഥാനിൽ കറുപ്പ് കൃഷി നിലച്ചു. പാക് പട്ടാളം അത് ബലൂചിസ്ഥാനിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ
ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ പല മടങ്ങാണ് ബലൂചിസ്ഥാനിലെ കറുപ്പ് ഉൽപാദനമെന്നും അത് കാരണം അന്താരാഷ്ട്ര കമ്പോളത്തിന്റെ കറുപ്പിന്റെയും ഹെറോയിഡിന്റെയും വില ഇടിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ നിന്നുമാണ് ലാഭത്തിന്റെ വിഹിതമാണ് ഭീകര കൃഷിക്ക് പാക് പട്ടാളം ചിലവാക്കുന്നതത്രേ. ഏതായാലും അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് പോലുള്ള പേപ്പർ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ സമാധാനത്തിന് നേരെ ചോദ്യചിഹ്നമായി മാറുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഇനിയും ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് കേന്ദ്ര ഏജൻസികൾ.